ഹലോ, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും കുറേശ്ശെ എല്ലാം പഠിച്ചു വരുന്നു. ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞിരുന്നു, എനിക്കെതിരെ കുറച്ച് ഭീഷണി വോയിസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. ഞാനതിൽ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു. പക്ഷെ ഞാൻ ആ വോയിസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങളെ ഒന്ന് ആദ്യം ഫസ്റ്റിൽ അതൊന്ന് കേൾപ്പിക്കാം. പറ്റുമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ. ഞാനത് കേൾപ്പിക്കാമേ. തള്ളയോളി ഇനി വല്ല നീ അമ്പിളിച്ചേച്ചിയുടെ പേരും പറഞ്ഞ വല്ല വീഡിയോ ഇട്ടാ തള്ളയോളി കുണ്ടച്ചോളെ പിന്നെ വീട്ടിൽ കയറി പണിയോന്ന് പറഞ്ഞപ്പോ പടുത്തിരിക്കോടി കുണ്ടച്ചി. അമ്പിളിച്ചേച്ചിയുടെ ഏതോ കസിനാണെന്ന് തോന്നുന്നു. ചേച്ചിയോട് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ ചീത്ത വിളിക്കുന്നുണ്ട്. നല്ല കാര്യം. എടി തള്ളയോളി ഇനി നീ വീഡിയോ ഇട്ടാ കുണ്ടച്ചി മോളെ, നിന്റെ അമ്മയുടെ അഡ്രസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ പൂറി മോളെ. പത്തനാപുരം അവിടെ കയറി പണ്ണോടി നിന്റെ വീട്ടുകാരനെ. എടി എന്നെയും എൻ്റെ വീട്ടുകാരനെയും ചെയ്യുമെന്നാണ് പറയുന്നത്. പുള്ളി ഇതിലൊന്നും ഇടപെടുന്ന ഒരാളല്ല കേട്ടോ. എന്നാലും പോട്ടെ, സാരമില്ല. നീ പിരിയടിക്കണ്ടായോളെ, നീ വീഡിയോ ഇട്ടിട്ടുണ്ടെ നിന്റെ വീട്ടിൽ കയറി പണ്ണും നിന്റെ അപ്പനെയും നിന്റെ തള്ളനെയും. നീ വീഡിയോ ഇട്ടാ നിന്നെ വീട്ടിൽ കയറി നിന്റെ അഡ്രസ് എല്ലാം കിട്ടിയിട്ടുണ്ട് പിരിയാടി. അയ്യോ പാവം കൊച്ച്. അമ്പിളിച്ചേച്ചി പറഞ്ഞു കൊടുത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് അപ്പനില്ല എന്ന് അമ്പിളിച്ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ലാത്ത അപ്പൻ എങ്ങനെയാണ് ആ പയ്യൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് പോട്ടെ, സാരമില്ല. എന്തായാലും അമ്പിളിച്ചേച്ചി ഇത്ര ഹാർദവമായിട്ട് എന്നെ മറ്റുള്ളവരെ കൊണ്ട് ചീത്ത വിളിപ്പിച്ച് എൻ്റെ ചാനലിനെ വരവേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ അമ്പിളിച്ചേച്ചിക്കെതിരെ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് ഭീഷണികൾ അമ്പിളിച്ചേച്ചി എടുത്ത്. അമ്പിളിന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, സോറി. എനിക്ക് അങ്ങനെ പറഞ്ഞ് ആ ഒരു ശീലമായതാണ്. നിങ്ങൾ ക്ഷമിക്കണം. ഉദയഗിരിജയ്ക്ക് എതിരായിട്ട് ഞാൻ ഇറങ്ങിയതൊന്നും അല്ല കേട്ടോ, സത്യാവസ്ഥ അതാണ്. ഉദയഗിരിജ എന്നെ പ്രൊവോക്ക് ചെയ്ത് ഇറക്കിപ്പിച്ചതാണ്. ഞാനില്ലെങ്കിൽ ഇതിലൊന്നും വോയിസ് കാണിച്ച് വരില്ലായിരുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് എല്ലാം ഒന്ന് പറഞ്ഞേക്കാം, കുഴപ്പമൊന്നുമില്ല. കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാനിനി പറഞ്ഞു വരുന്നത്, ഞാൻ ഇവർക്കെതിരെ വീഡിയോ ആയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ 4 കാര്യം ഫേസ് ചെയ്യണം എന്ന് മനസ്സിൽ ചിന്തിച്ചിരുന്നു. ഒന്ന്, ഇവരെന്നെ ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കും. അതിപ്പോൾ അല്ല, മേ ബി കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ആറി തണുത്ത് കഴിയുമ്പോൾ ഇവരതിനുള്ള കുതന്ത്രങ്ങളൊക്കെ മെനയും. രണ്ടാമത്തെ കാര്യം, ഇവർ കാശ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഉദയഗിരിജയുടെ കയ്യിൽ. പിന്നെ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് എനിക്കെതിരെ വൃത്തികെട്ട വീഡിയോസോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്സോ ഇതൊക്കെ ഇടാനും സാധ്യതയുണ്ട്. ഇതും എനിക്ക് കമൻറ്റിൽ വന്നതാണ്. അവർ തന്നെ കമൻറ്റിൽ വന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അങ്ങനെ ആ 2 കാര്യം ഞാൻ ഇനി ഫേസ് ചെയ്യാനിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അമ്പിളി ചേച്ചി ചിലപ്പം എന്താ പറയുക, എന്നെ തട്ടാൻ വരെ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ കള്ളക്കേസും ഈ പറഞ്ഞ മാനഹാനിയും ഒക്കെ വരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ അമ്മ താമസിക്കുന്ന വീട്ടിൻ്റെ അവിടെ ചെന്നിട്ട് എൻ്റെ അമ്മയുമായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അവിടെ ചെന്നിട്ട് അവരെ നാണം കെടുത്താനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അങ്ങനെ 3. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട്. അതും 4. അതും കൂടി ഞാൻ പറയണമല്ലോ. ഉദയഗിരിജ സോറി, അങ്ങനെ ഈ കുഞ്ഞുനാൾ തൊട്ടേ അമ്പിളി എന്ന് വിളിച്ചുകൊണ്ട് എനിക്ക് ഉദയഗിരിജ ഏതാന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും ഉദയഗിരിജ എന്ന അവരുടെ പേരെന്നറിയാം, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഉദയഗിരിജ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പാൽക്കുപ്പി പിള്ളേരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വന്നങ്ങ് ഫേസ് കാണിച്ച് പറഞ്ഞുകൂടെ? എന്തിനാണ് ഇങ്ങനത്തെ ഭീഷണിപ്പെടുത്തലും കൈവെട്ടും കാല് വെട്ടും ഉപദ്രവിക്കും, നീ ഇനി പത്തനാപുരം കാണില്ല, നീ ഇനി പത്തനാപുരത്ത് വന്നാൽ നീ ജീവനോടെ തിരിച്ചു പോകില്ല, നിന്നെ കോട്ടയത്ത് വന്ന് ഞങ്ങൾ പണിയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അപ്പോൾ ഓർക്കുന്നത്, ഞാൻ ഈ ഇന്ദിരാഗാന്ധി ഒക്കെ പറഞ്ഞിട്ടുള്ള പോലത്തെ ഒരു ഡയലോഗാണ്. കേട്ട് പഴകിയതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. അവർക്ക് ഇവിടെ വന്ന് എന്നെ ഇങ്ങോട്ട് വരാം, പക്ഷെ തിരിച്ച് ചെയ്തിട്ട് പോകണമെങ്കിൽ അതിന് എൻ്റെയും കൂടെ അനുമതി വേണം. അതിപ്പം എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം, പോകണമെങ്കിൽ എൻ്റെയും കൂടി അനുമതി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അതിനുള്ള കഴിവും ബോൾഡും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ, അതൊന്നും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഇറങ്ങില്ലല്ലോ.
പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് അതെനിക്ക് വളരെ വളരെ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എനിക്കൊരു പോസിറ്റീവ് മൈൻഡാണ്. എനിക്ക് സന്തോഷമാണ്. ഞാൻ ആദ്യമൊക്കെ ചെയ്ത വീഡിയോയിൽ ഉള്ളതിനേക്കാളും ഞാനിപ്പോൾ കുറച്ചും കൂടി ഉഷാറായിട്ടായിരിക്കുന്നത്. കാരണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് സന്തോഷമായി. നിങ്ങൾ നല്ലോണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്കതിൽ എന്താ പറയുക, എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഭീഷണിയും കാര്യങ്ങളൊന്നും ഞാൻ വകവയ്ക്കുന്നില്ല. അതൊക്കെ ഒരു വഴിക്കങ്ങ് പോയിക്കോട്ടെ. എന്തായാലും സത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകണം, അത് തെളിയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചേച്ചി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇവരല്ല മല്ലികയോ ആരെങ്കിലും ആണെന്ന് തോന്നുന്നു, അത് സ്വാഭാവികമാണ്. ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നിന്റെ വീഡിയോ ക്ലിപ്പൊക്കെ ഞങ്ങൾ വരുത്തുന്നുണ്ട്. എൻ്റെ അറിവിൽ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പൊന്നുമില്ല. എൻ്റെ അറിവിൽ ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ 5-6 കെട്ടിയന്മാരോ കാമുകന്മാരോ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അറിവിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പിന്നെ ഇനി അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കേസ് കൊടുക്കും. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ തെളിയിക്കും. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ ആർജവം എന്തുകൊണ്ട് ഉദയ ചേച്ചി കാണിക്കുന്നില്ല എന്ന് എനിക്കറിഞ്ഞൂടാ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. പിന്നെ ഇപ്പം എന്നെ ചീത്ത വിളിക്കുന്നതിനും ഈ ഭീഷണിപ്പെടുത്തുന്നതിനും ഒക്കെ കേസ് കൊടുക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഈ പോലീസുകാരൊക്കെ 100 പോലീസുകാരും അവരുടെ വശമേ നിൽക്കൂ. പിന്നെ അത് യൂട്യൂബാണ്, അങ്ങനെ പലരും പറയും. നിങ്ങൾ വോയിസ് ഇട്ട പോലെ അവർക്കും വോയിസ് ഇടാൻ അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെറുതെ നാണം കെടുത്തി വിടുമെന്നല്ല. അതിലുകൊണ്ടൊരു പ്രയോജനമില്ല. അതിലും ഭേദം നിങ്ങളോട് പറയുന്നതാ. നാളെ സമൂഹമെങ്കിലും അറിഞ്ഞ് ഉദയ ചേച്ചി നാണം കെടുമല്ലോ, അത് മതി. പിന്നെ വേറൊന്നുമില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ രാവിലെ എല്ലാം വീഡിയോ ചെയ്തായിരുന്നല്ലോ. ഇനി നാളെയും ഒരുപാട് ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ അത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കും ഒരു മടുപ്പ് തോന്നും. എങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇനിയും ഞാൻ ഷെയർ ചെയ്യും. ഇല്ലെങ്കിൽ അവർ വിചാരിക്കും ഇന്നത്തോടെ ഞാൻ അവരെ പേടിച്ചിട്ട് പത്തിമടക്കി കട്ടിലടിച്ചുകൊണ്ട് കയറിയെന്ന് വിചാരിക്കും. അതൊന്നും വേണ്ട. എനിക്ക് അവരെ ഒരു പേടിയില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് തീർച്ചയായിട്ടും ഞാൻ ഫേസ് ടു ഫേസ് നേരിടും. അപ്പോൾ നാളെ വീഡിയോസ് ഉണ്ടായിരിക്കും. എല്ലാവരും കാണണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോസ് അല്ലെങ്കിലും റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം. എൻ്റെ ശബ്ദം കേൾക്കാൻ ആളുകൾ ഉണ്ടാകുന്നത് അതിൽ പരം ഒരു സന്തോഷം എനിക്ക് ഈ ഭൂമിയിലില്ല. അതിനൊരു അവസരം എന്ന് വെച്ചാൽ ഞാൻ ഈ സ്ത്രീ ഇതുപോലെ വീഡിയോയിലൊക്കെ വന്ന ടൈമിൽ ഞാൻ പല യൂട്യൂബിലും ചെന്ന് കമൻറ്റ് ഇട്ടിരുന്നു. അവരൊക്കെ എൻ്റെ കമൻറ്റ് റിമൂവ് ആക്കി. അപ്പം ഞാൻ ആഗ്രഹിച്ചു പോയി എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇവരെ കുറിച്ച് ഇടാമായിരുന്നു എന്ന്. അപ്പോൾ ആ ആഗ്രഹമാണ് എനിക്കിപ്പം ഷെഫീന ഇത്തായ വരെ എനിക്ക് സഫലമായത്. പിന്നെ ഞാൻ എന്നിട്ട് പോലും ഞാൻ മുഖം കാണിച്ചു. എൻ്റെ ചാനലിൽ ഒരിക്കലും ഞാൻ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതേ അല്ല. അവർ പ്രൊവോക്ക് ചെയ്തപ്പോൾ എന്തായാലും പിന്നെ ഇട്ട് കളയാം. എന്നാൽ പിന്നെ എൻ്റെ ശബ്ദം എൻ്റെ മുഖം എല്ലാവരും കാണട്ടെ. എനിക്കും അതിനുള്ള അവകാശമുണ്ടല്ലോ, എല്ലാവരും കണ്ടുകൊള്ളട്ടെ എന്ന് കരുതി. അപ്പോൾ ഇനിയും നിങ്ങൾ എന്താ പറയുക, വീഡിയോസൊക്കെ വരുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ പറയുന്നതൊക്കെ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ തിരക്കേണ്ടവർക്ക് തിരക്കാം, അറിയേണ്ടവർക്ക് അറിയാം. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് നിങ്ങളുടെ അവകാശമാണ്. കാരണം ഞാൻ പറയുന്നതെല്ലാം ശരിയെന്ന് വിചാരിക്കേണ്ട. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് അതൊക്കെ തിരക്കി അറിയാം. ആവശ്യമുള്ളവർക്ക് തിരക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. പക്ഷെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, ഇനി എൻ്റെ ചാനലൊക്കെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. ശരി, താങ്ക് യു.